Today we are starting numerical methods. In order to learn numerical methods, first we have to know the concept of equations, systems of linear equations, etc. Here we are introducing the systems of linear equations. This is the definition of systems of linear equations. That is, the systems of linear equations are defined by a11 x1 plus a12 x2 plus etc plus a1n xn is equal to b1, a21 x1 plus a22 x2 plus etc plus a2n xn equal to b2, etc am1 x1 plus am2 x2 plus etc plus amn xn equal to bm. So in matrix form, these equations can be written as matrix a11, a12, etc., a1n, etc., a21, a22, etc., a2n, etc., etc., am1, am2, etc., amn into x1, x2, etc., xn is equal to b1, b2, etc., bm, where this whole matrix we can write as A, it is equal to A, this column matrix can be written as X, and this matrix can be written as B. So this first equation we can written the matrix form as Ax equal to B, that is A is equal to this entire matrix this, and X is equal to this, and this equal to B. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂമറിക്കൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു സോൾവ് bulk of equations. If we have one equations or two equations in two unknowns, you can solve. Three equations in three unknowns ആണെങ്കിലും സോൾവ് ചെയ്യാം. Four equations in four unknowns, then still you can solve using matrix methods. പക്ഷേ ഇക്വേഷൻസിൻ്റെ, അതായത് അൺനോൺസിൻ്റെ നമ്പർ വല്ലാതെ ഇൻക്രീസ് ചെയ്ത് വന്നാൽ, ഇവിടെ നോക്കൂ, m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ആണ് അല്ലേ, m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ സച്ച് കേസസ് നമുക്ക് വി ക്യാൻ അപ്ലൈ ന്യൂമറിക്കൽ മെത്തേഡ്സ്. ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഏത് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പീഡിൽ നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ സാധിക്കും. അതാണ് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ മെയിൻ അപ്ലിക്കേഷൻസ്. And this area applied to any branch in mathematics, any area. ഇപ്പോൾ എഞ്ചിനീയറിംഗിലാണെങ്കിലും ഏത് മാനേജ്മെൻറ്റിലാണെങ്കിലും എവിടെയും നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ദിസ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഇനി പറയുന്നത് ഇതാണ്, അതായത് ഇപ്പോൾ ഒരു ഇക്വേഷൻ, അപ്പം ഇൻ ഓർഡർ ടു ലേൺ ഓർ ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ദ ബിഗിനിങ്, we first know all the concepts, all the definitions of equations. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്, if fx equal to a0 x raised to n, a1 x raised to n minus 1 plus a2 x raised to n minus 2 plus etc plus an equal to 0 is called an algebraic equation or polynomial equation of nth degree a not equal to 0. അങ്ങനെയാണെങ്കിൽ every equation has a root. Whenever you solve an equation, you will get a number that is called a root, a real or imaginary. അതേപോലെ തന്നെ every polynomial equation of nth degree polynomial equation എത്ര റൂട്ട് ഉണ്ടാവും? n റൂട്ട് ഉണ്ടാവും. അതേപോലെ ഇഫ് ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി ആണെങ്കിൽ, ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി ഓഡ് ആണെങ്കിൽ, ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് ഉണ്ടാവും, വേർ സൈൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി ലാസ്റ്റ് ടേം. അതൊക്കെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഇഫ് എഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് ഓഫ് ഈവൻ ഡിഗ്രി ആൻഡ് ദി കോൺസ്റ്റൻറ്റ് ടേം ഇസ് നെഗറ്റീവ്. ഒരു ഇക്വേഷൻ ഈവൻ ഡിഗ്രി ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് ടേം നെഗറ്റീവ് ആണെങ്കിൽ, ഇക്വേഷൻ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ പോസിറ്റീവ് റൂട്ട് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ നെഗറ്റീവ് റൂട്ട്. ആൻഡ് എഫ് എക്സ് ഈക്വൽ ടു 0 ഹാസ് നോ റിയൽ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി, ദെൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഓഫ് ദി സെയിം സൈൻ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അതായത് ന്യൂമറിക്കൽ ഇക്വേഷൻസ്, ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നമുക്ക് റൂട്ട് കാൽക്കുലേറ്റ്, അതായത് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ തന്നെ ആൻസർ കിട്ടാം, ചിലപ്പോൾ സെക്കൻഡ് ഐട്രേഷനിൽ കിട്ടാം, തേർഡ് ഐട്രേഷനിൽ കിട്ടാം, ഇങ്ങനെയാണ് പോണത്. അപ്പോൾ എന്തായാലും രണ്ട് ഐട്രേഷൻ എന്തായാലും വേണം. ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടുന്ന മെത്തേഡ്സ് വളരെ റെയറാണ്. ഇപ്പോൾ നോക്കൂ, ഓരോ ഐട്രേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ പറയാം, ഫൈൻഡ് ദി റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കറക്റ്റ് ടു 3 decimal places, അല്ലെങ്കിൽ ഫൈൻഡ് ദി റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കറക്റ്റ് ടു 4 decimal places, അല്ലെങ്കിൽ ഫൈൻഡ് ദി റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കറക്റ്റ് ടു 5 decimal places. ഇങ്ങനെയാണ് പറയാം. എന്താണ് ഇതിൻ്റെ അർത്ഥം?
എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇതൊരു ഇക്വേഷൻ എന്ന് വിചാരിച്ചോ, x³ - 3x + 1 = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഐട്രേഷനിൽ നിങ്ങൾ ഏതോ ഒരു മെത്തേഡ് ഉപയോഗിച്ചു, സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇതാണ്, റൂട്ട് x = 1.5324. ഇതിൻ്റെ താഴെ വരച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ 3 ഡെസിമൽ പ്ലേസസിന് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 4 or 5 ഡെസിമൽ പ്ലേസസിന് ആൻസർ കണ്ടെത്താം. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ഡെസിമൽ പ്ലേസസ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഡെസിമൽ പ്ലേസസ് നോക്കാം. ഇവിടെ 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ എക്സിൻ്റെ റൂട്ടിൻ്റെ വാല്യൂ 1.5324 ആണ്. സെക്കൻഡ് ഐട്രേഷൻ ചെയ്തപ്പോഴും x = 1.5323 ആണ് കിട്ടിയത്. അപ്പോൾ ഫോർത്ത് പൊസിഷനിൽ ഇവിടെ 4ഉം ഇവിടെ 3 ആണ് കിട്ടുന്നത്. ഇവിടെ 4ന് പകരം 5 ആയിരുന്നെങ്കിൽ ഈ 2 എന്തായി മാറും? 3 ആയി മാറും. അപ്പോൾ 1.533 ആവും. ഇവിടെ ഇപ്പോൾ 3 തന്നെയാണല്ലെങ്കിൽ 1.532. അപ്പം 3 ഡെസിമൽ പ്ലേസസിന് സെയിം ആണോ? അല്ല. പക്ഷേ ഇവിടെ സെയിം ആണ്. ഇവിടെ 4 ആണ് ഫോർത്ത് പൊസിഷനിൽ, അതുകൊണ്ട് 4 ഈ 2നെ മാറ്റില്ല. അതേപോലെ ഇവിടെ 3 ആണ്, അപ്പോൾ ഈ 2 മാറില്ല. അപ്പോൾ അതാണ് x = 1.5324, x = 1.532. അപ്പോൾ 3 ഡെസിമൽ പ്ലേസസിന് ഇവിടെയും സെയിം ആണ്, ഇവിടെയും സെയിം ആണ്. അപ്പോൾ റൂട്ട് എന്ത് പറയാം നമുക്ക്? ദ റൂട്ട് ഈസ് x = 1.532 കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഐട്രേഷൻ, ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു, ഒരു ഐട്രേഷനിൽ എക്സിൻ്റെ വാല്യൂ, അതായത് റൂട്ടിൻ്റെ വാല്യൂ 1.5324 കിട്ടി. അടുത്ത ഐട്രേഷനിൽ 1.5325 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിൽക്കും, കാരണം ഈ 4 ഈ 2നെ ചേഞ്ച് ചെയ്യില്ല. പക്ഷേ ഈ 5 എന്ത് ചെയ്യും? ഈ 2നെ പിടിച്ച് എന്താക്കും? 3 ആക്കും. അപ്പോൾ ആ ഐട്രേഷനിൽ റൂട്ടിൻ്റെ, അതായത് സെക്കൻഡ് ഐട്രേഷനിൽ റൂട്ടിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 1.533 എന്നാണ് വരിക. ആ സമയത്ത് ഇത് സെയിം ആണോ? അല്ല. ഇവിടെ എന്താണ്? x = 1.5324 ആണ് കിട്ടുന്നത്. പക്ഷേ സെക്കൻഡ് ഐട്രേഷനിൽ ഈ 5 ഈ 2നെ 3 ആക്കുന്നത് കൊണ്ട് 1.533 ആണ്. അപ്പോൾ 3 ഡെസിമൽ പ്ലേസസിന് ഫസ്റ്റ് ഐട്രേഷനിൽ ഇതാണ്, സെക്കൻഡ് ഐട്രേഷനിൽ ഇതാണ്. അതുകൊണ്ട് റൂട്ട് എന്തല്ല? x = 1.532 കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ്. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ആ കൺസെപ്റ്റ്. എന്താണ്? കറക്റ്റ് 3 ഡെസിമൽ പ്ലേസസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡീഫോൾട്ടായിട്ട് 4 ഡെസിമൽ പ്ലേസസ് ആണ്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയും കറക്റ്റ് 3 ഡെസിമൽ പ്ലേസസ്, അല്ലെങ്കിൽ കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസ്, അല്ലെങ്കിൽ കറക്റ്റ് 5 ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞാൽ മാത്രം അതിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ഡെസിമൽ പ്ലേസസിനാണ് സാധാരണ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസ് ആണ്. ഇപ്പോൾ 4 ഡെസിമൽ പ്ലേസസിന് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒരു 5 or 6 ഡെസിമൽസ് എഴുതുക. ആൻസർ എന്താണോ കിട്ടുന്നത് അത് എഴുതുക. അപ്പോൾ 5 or 6 ഡെസിമൽ പ്ലേസസ് എഴുതിയാലേ നിങ്ങൾക്ക് 4 ഡെസിമൽ പ്ലേസസിന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം വിശദമായിട്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്കും. താങ്ക് യു.